92ാമത് വർക്കല ശിവഗിരി തീർത്ഥാടന കാലത്തിന് തുടക്കം. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി തീർത്ഥാടന കാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ശിവഗിരി മഠം വത്തിക്കാനിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനം ലോക ചരിത്രത്തിന്റെ ഭാഗമെന്ന് മന്ത്രി പറഞ്ഞു. സമ്മേളനത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഡിസംബർ 30-ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നിർവഹിക്കും. ഡിസംബർ 29 വരെയാണ് ശിവഗിരിയിലെ തീർത്ഥാടന കാലം. ഗുരുദേവൻ കൽപ്പിച്ച 8 വിഷയങ്ങളിലുള്ള പ്രഭാഷണ പരമ്പരയാണ് ഇക്കാലയളവിൽ നടക്കുക. ശിവഗിരി മഠം വത്തിക്കാനിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനം ലോക ചരിത്രത്തിന്റെ ഭാഗമെന്നും ഗുരുദേവ ദർശനം സംബന്ധിച്ച മാർപ്പാപ്പയുടെ വാക്കുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടുവെന്നും മന്ത്രി പറഞ്ഞു. സർവമഹാസമ്മേളനത്തിൽ ലോകത്തിലെ നാനാഭാഗങ്ങളിൽ പങ്കെടുത്തു. ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് തിരുവനന്തപുരമായ മാർപ്പാപ്പ ക്രൈസ്തവ ലോകത്തിന്റെ ആചാര്യൻ പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഗുരുദേവ ദർശനങ്ങളുടെ പ്രാഥമികവും പ്രാമുഖ്യവും ഈ വർത്തമാനകാലത്തെ ലോകത്തിന്റെ ശ്രദ്ധയിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഉപദേശങ്ങളും സന്ദേശങ്ങളും നമുക്ക് എങ്ങനെ സ്വീകരിക്കാൻ കഴിയണം, ആ വഴികൾ സഞ്ചരിക്കാൻ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രഭാഷണമാണ് ലോകത്തിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ വത്തിക്കാനിൽ വെച്ച് മാർപ്പാപ്പ തിരുമേനിയുടെ. അതുകൊണ്ട് അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ശ്രീനാരായണ ഗുരു തീർത്ഥാടനത്തെ വിജ്ഞാനശേഖരണമായി കണ്ടുവെന്നും അറിവിന്റെ തീർത്ഥാടനമാണ് ശിവഗിരിയിലേതെന്നും ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ വ്യക്തമാക്കി. ശിവഗിരി തീർത്ഥാടനം അറിവിന്റെ തീർത്ഥാടനമായി പ്രചാരം ലോക ചരിത്രത്തിലെ അറിവിന്റെ തീർത്ഥാടനം ശിവഗിരി തീർത്ഥാടനം മാത്രമാണ്. ജീവിത വിജയത്തിന് ആവശ്യമായ അറിവ് സമ്പാദിക്കണം. അതിനാണ് ഗുരുദേവൻ 8 കാര്യങ്ങൾ ഉപദേശിച്ചത്. ഈ 8 കാര്യങ്ങളെ കുറിച്ച് പരിചിന്തനം ചെയ്യുമ്പോൾ ശ്രീനാരായണ ഗുരു മഹാനായ രാക്ഷമീമാംസകനായി മാറുകയാണ്. ഒരു രാജ്യത്തിന്റെ സമൂഹത്തിന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഈ 8 വിഷയങ്ങളിലുണ്ട്. സമ്മേളനത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഡിസംബർ 30-ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നിർവഹിക്കും. പിന്നീടുള്ള ദിവസങ്ങളിൽ നടക്കുന്ന 11 സമ്മേളനങ്ങളിൽ കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിയും വിവിധ വകുപ്പ് മന്ത്രിമാരും പങ്കെടുക്കും. വത്തിക്കാൻ ലോകമത പാർലമെന്റിൽ പങ്കെടുത്ത പ്രതിനിധികളെ പ്രചാരണ സഭ ജോയിന്റ് സെക്രട്ടറി സ്വാമി വിശ്വേശ്വരാനന്ദ ആദരിക്കും. ഭൗതികവും ആത്മീയവുമായ അറിവ് നേടുക എന്നതായിരുന്നു ഗുരു നിർദ്ദേശിച്ച തീർത്ഥാടനത്തിന്റെ സത്ത്. ഈ ഓർമ്മപ്പെടുത്തലാണ് ശിവഗിരിയിലെ ഓരോ തീർത്ഥാടന കാലവും. ജനം, തിരുവനന്തപുരം.